അപ്പോൾ ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ന്യൂ വേൾഡൊക്കെ എടുത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം സർവറും അങ്ങ് അടിച്ചു പോയി. എന്നിട്ട് ഞാൻ വീണ്ടും കയറ്റിയിട്ടാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രണവ്സ് വേൾഡ് എന്ന് അടിച്ചേക്കാം. മുമ്പത്തേൻ്റെയും പേര് അത് തന്നെയായിരുന്നു. എൻ്റെ വലിയ കൊട്ടാരം, എൻ്റെ എന്തോരം പട്ടികളൊക്കെയാണ് പോയത്. ഇപ്പോഴത്തേക്ക് നമ്മൾ വില്ലേജിൻ്റെ സീഡൊന്നും അടിക്കുന്നില്ല. നമ്മൾ ഇതുകൊണ്ടെല്ലാം നമുക്ക് ഈസി എടുക്കാം ഡിഫിക്കൽട്ടി. പിന്നെ നമുക്ക് എന്തോ വേൾഡ് ടൈപ്പ് ഇൻഫിനിറ്റി സീഡ് എന്തെങ്കിലും കൊടുക്കും. 1 4 2 3 5 6 ഇങ്ങനൊന്നും ശരിക്കും സീഡൊന്നും ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വെറുതെ എടുക്കുക. അങ്ങനെ ഗായ്സ്, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ വേൾഡ് ലോഡായി എത്താറായി. എവിടെയാണെന്ന് എനിക്കും അറിയത്തില്ല. ഒന്ന് നോക്കാം. ഒരു മലയുടെ മെസ്സേജൊക്കെ വരുന്നു. മലയുടെ അടുത്തായിട്ട് തന്നെയാണല്ലോ സ്പോൺ ആയത്. ഇവിടെ കുറച്ച് ലാഗ് ഉണ്ട്. തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയ ലാഗ് അതേ ഉള്ളൂ. എന്താണ്ട് എല്ലാവരും ഇങ്ങനെ സ്പോണായി അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഗുഹയുണ്ട്, ഇങ്ങനെ നല്ല സ്ക്വയർ ഷേപ്പ്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് അതൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല. പെട്ടെന്ന് കുറച്ച് മരം വെട്ടാം. വൈകുന്നേരം ആയാൽ പിന്നെ ഒന്നും നടക്കത്തില്ല, അതറിയാമല്ലോ. വൈകുന്നേരം കുറേ സോംബികൾ, കുറേ സ്കെലട്ടൺ, കുറേ പല സാധനങ്ങൾ ഇറങ്ങും. അവരെയൊക്കെ നമുക്ക് തടുക്കാൻ വേണ്ടി ഒരു സോഡ് വേണം, ഒരു ആക്സ് വേണം, ഒരു പിക്കാക്സ് വേണം. പിന്നെ നമുക്കൊരു സീഡ് കിട്ടി, എങ്ങനെയാണെന്ന് പറഞ്ഞൂടാ. ഒരു ആക്സ് വേണം, ഒരു പിക്കാക്സ് വേണം, നമുക്കൊരു സോഡ്, പിന്നെ ഒരു ഷവ്വലും. നമുക്ക് അത്രയും പിന്നെ വേണം. പിന്നെ നമുക്ക് അതുകൊണ്ട് സ്റ്റോൺ പൊട്ടിക്കണം, കോൾ എടുക്കണം. കോളില്ലെങ്കിൽ വെളിച്ചമില്ല. നമ്മൾ ഇപ്പോൾ കുഴിച്ച് അടിയിൽ പോയാൽ, ഞാൻ ഒന്നാമത്തെ ദിവസമൊക്കെ സാധാ താമസിക്കുന്നത്. കുഴിച്ച് അടിയിൽ പോകണമെങ്കിലും നമുക്ക് ഇത് വേണം. കുഴിച്ച് അടിയിൽ പോയിട്ട് നമ്മൾ അവിടെ താമസിക്കാൻ റെഡി ആകുമ്പോൾ നമുക്ക് ഇത് വേണം. വെളിച്ചം വേണ്ട, അല്ലെങ്കിൽ സ്പോൺ ആകത്തില്ല അവിടെ. അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിന് കോള് വേണം. ഇത് രണ്ടും വേറെ. ഇത് സ്പേഴ്സ് ലോഗും മറ്റേത് ഓക്ക് ലോഗുമാണ്. ഞാൻ സാധാ എപ്പോഴും വെട്ടുന്ന ഓക്ക് ലോഗാണ്. ഇവിടെ മഞ്ഞായതുകൊണ്ട് ഇവിടെ സ്പേഴ്സ് ലോഗാണ് കൂടുതൽ. പിന്നെ ജംഗിൾ വുഡൊക്കെ കിട്ടും. ജംഗിൾ വുഡൊക്കെ കാട്ടിലാണ് കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഒരു മഞ്ഞുള്ള ഒരു ഉയർന്ന പ്രദേശത്തിലാണ്, അവിടെ കൂടുതൽ സ്പേഴ്സ് ലോഗാണ്. ഓക്കൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും നമ്മൾ ഒപ്പിക്കും. എനിക്ക് ഓക്ക് ലോഗിൻ്റെ പേരെ ഇഷ്ടം. സ്പേഴ്സിനൊരു വല്ലാത്ത ബ്രൗൺ കളറാണ്. ഇപ്പോഴത്തേക്ക് ഇത്രയും മതി. ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. 24 ഓക്ക് പ്ലാങ്ക്സും 20 സ്പേഴ്സ് പ്ലാങ്ക്സും ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ മുഖ്യം ബിഗിലേ. നമുക്കിപ്പോൾ അതിനകത്ത് നമുക്ക് സ്റ്റിക്ക് നല്ല ആവശ്യമുണ്ട്. ഒരു സോഡ്, ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു ഷവല്. കണ്ടോ, നമ്മൾ കറക്റ്റ് സ്റ്റിക്കാണ് ഉണ്ടാക്കിയതിന് ഒരേ ഒരു സ്റ്റിക്ക്. ആക്സ് കൊണ്ട് ഇതങ്ങ് പൊളിച്ചെടുത്തേക്കാം. ഇപ്പം തന്നെ പവർ കുറഞ്ഞ് ആക്സിൻ്റെ. ഇതിൻ്റെയൊക്കെ കുഴപ്പം. ഇപ്പം ഡയമണ്ട് ആയിരുന്നെങ്കിൽ ഒരു തുള്ളി പോലും അനങ്ങത്തില്ലായിരുന്നു. അയ്യോ, ഇതൊക്കെ എൻ്റെ കുറച്ച് ലീലാവിലാസങ്ങൾ. ഇവിടെ തോന്നുന്നുണ്ട് എനിക്ക് ഫസ്റ്റ് പിഗിനെ വേണ്ട, എനിക്ക് ആടിനെ മതി. ആടിൻ്റെയിലല്ലേ ബെഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഈ ബെഡാണ് വേണ്ടത്. ഈ ബെഡ് താ. കൊന്നേ. ഇനി നമുക്ക് മുകളിലോട്ട് കയറി കുറച്ച് കല്ല് പൊട്ടിക്കാം. നമുക്ക് കുറച്ച് കോളും എടുക്കാം. കോളങ്ങനെ കിട്ടാത്ത സാധനമൊന്നുമില്ല ഇത്ര ഉയർന്ന പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കോള് കിട്ടുന്നത്. പിന്നെ ഞാൻ ഒരു പ്രൊഫഷണൽ പ്ലെയർ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് വെളിച്ചമില്ലേലും എന്തായാലും കുഴപ്പമില്ല. അവിടെ കോളുണ്ട് കേട്ടോ, ഞാൻ കണ്ടൊന്ന് ചാടിയപ്പോൾ. അങ്ങോട്ട് പോവാം, എന്നിട്ട് കോള് പൊട്ടിച്ചെടുക്കാം. കോള് കിട്ടിയേ. ഇനി നമുക്ക് അത്യാവശ്യം കല്ല് പൊട്ടിച്ചെടുക്കാം.
അങ്ങനെ ഗായ്സ് ഞാനൊരു അത്യാവശ്യത്തിന് കല്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഒരു 20-ന് മുകളിലൊക്കെ കല്ലായിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് മരം വെട്ടാം. എന്തുകൊണ്ട് ഇവിടെ ഒരുപാട് മരമുണ്ട്. ഇത് ഓക്ക കളറുണ്ട്, നമുക്ക് ചെറുതായിട്ട് മനസ്സിലാവും. ഇത് ഓക്ക, ഇതിനി ഉറപ്പാവും ഓക്ക. നമുക്കിപ്പോൾ കുറച്ച് ഓക്ക് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഓക്ക് ഓക്ക് എനിക്ക് ഓക്കിൻ്റെ കളറാണ് ഇഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇനി നമുക്ക് കുറച്ച് ഇത് മരം വെട്ടിയെടുക്കാം. അങ്ങനെ ഗായ്സ് ഞാൻ ആവശ്യത്തിന് മരമൊക്കെ വെട്ടിയായിരുന്നു. ഇനി അവിടെ എന്താ പിഗ്, നമുക്ക് ഇനിയും വേണ്ടത് ചാടിയാ ലൈഫ് പോവും. നമുക്ക് ഇനിയും വേണ്ടത് കുറച്ച് നമുക്ക് ആടിന് ഒരെണ്ണത്തെ കിട്ടിയായിരുന്നു. ഇനി 2 ആടില്ലാതെ ഇല്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഈ കോഴിയൊന്നുമില്ല. ചാവ്. ചാടാനൊന്നും വയ്യ, ഞാനങ്ങ് ക്ഷീണിച്ചു. കൊച്ചു കോഴിയൊക്കെ ഒന്നും കിട്ടത്തില്ല. നല്ല മഞ്ഞപ്പൂക്കൾ. നമുക്കൊരു ഇത് നല്ല പരന്ന സ്ഥലമാണ്. ഇവിടെ ആയിട്ടൊരു വീട് വെക്കണം. നമുക്ക് ഒരുപാട് കല്ലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പോഴത്തേക്ക് നമുക്ക് സന്ധ്യ ആവാറായി. നമുക്ക് ഇതുണ്ടാക്കണം, തണലുണ്ട്. നമുക്ക് എന്നിട്ട് അതിനകത്ത് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിനകത്ത് കയറി താമസിക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാം. എൻ്റെ ഇത് പൊട്ടി. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഓഫ് ഫുഡ് വെച്ച് അടച്ചു വെക്കാം. ഇവിടെ ഒരു ടോർച്ച് കുത്തി വെക്കാം. നമ്മുടെ ഈ പിക്കേക്സിൽ നമ്മൾ എങ്ങനെ പൊളിക്കും ഇത് പൊളിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് അല്ലെങ്കിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാമെന്ന് വെച്ചാൽ അതിനും ഒരു സ്ഥലമില്ല. തൽക്കാലത്തേക്ക് നമുക്ക് ഈ കൈ കൊണ്ടല്ല അങ്ങ് പൊളിച്ചിട്ട് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമ്മുടെ കുറച്ച് സ്റ്റിക്ക് എങ്ങനെയാലും ഒന്ന് ഒപ്പിക്കണം. നമ്മുടെ ഈ ഓക്കുണ്ടല്ലോ, ഇനി നമ്മളെല്ലാം നമ്മുടെ സ്റ്റോൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ചൂടി ഇതായിട്ടുണ്ട്. പ്രകാശമുള്ളതുപോലെ ഇവിടെ പ്രകാശമുണ്ട്, ചുമ്മാല്ല. ഞങ്ങളങ്ങ് മൂടാം. ഇനി നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമ്മളെന്തിനാ ഇതുകൊണ്ട് വിളിക്കുന്നത്? നമ്മുടെ ഈ ഇവിടെ എല്ലാം പൊളിച്ചെടുക്കാം. ഇവിടെ പൊട്ടിച്ചാൽ ലാമ്പ് നമുക്ക് അപ്പുറത്തോട്ടും അല്ലേ ലാമ്പ് എത്തിച്ച് വെക്കാം. നമ്മുടെ ഈ നമുക്ക് ഇതിൽ കൂടുതൽ ലാമ്പ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് 4 എണ്ണം ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ ഈ കോളുണ്ടെങ്കിൽ പിന്നെ ലാമ്പിൻ്റെ കാര്യം. ഇനി ഇവിടെ ഒന്നും മൈൻ ചെയ്യാം. രാത്രി നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ എന്തിനാ സമയം കളയുന്നത്? നമുക്കൊന്ന് മൈൻ ചെയ്യാം. നമുക്ക് ഞങ്ങളില്ല ഫയർ ചാർജർ എന്തോന്നു പോലും എനിക്കറിഞ്ഞൂടോ. നമ്മളെന്തിനാന്ന് മനസ്സിലായിരുന്നു. ഞാൻ ഇത്രയും 18 ലാമ്പ് ഉണ്ടാക്കിയത്. എനിക്ക് എന്തായാലും ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. അപ്പം നമ്മൾ മൈൻ ചെയ്യാൻ പോവുക. പിന്നെ ഒരു ഫർണസ്. നമുക്ക് ഫുഡ് വേണ്ടേ? ഫുഡ് നമുക്കിപ്പോൾ നമ്മൾ മൈൻ ചെയ്യുക. അയൺ കിട്ടി, അതിനകത്ത് വെച്ച് ചൂടാക്കുന്നു. നമ്മൾ കുറച്ചും കൂടെ അപ്ഗ്രേഡായി സ്റ്റോണിൽ നിന്ന് അയൺ ആക്കുന്നു. നമുക്ക് ഇപ്പോഴത്തേക്ക് മൈൻ ചെയ്യാം. നമ്മുടെ ഈ ഒരു സ്റ്റോൺ പിക്കേക്സ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. സത്യം പറഞ്ഞാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ കുറച്ച് പുറമോട്ട് വെക്കാനാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ച് ഇങ്ങനെ കുഴിച്ച് നമ്മുടെ പണ്ടത്തെ സ്ട്രിപ്പ് മൈനിങ് ഓർമ്മയില്ല. അതേപോലെ തന്നെ നമ്മൾ സ്ട്രിപ്പ് മൈനിങ് ചെയ്യും. ഗുഹയെ കയറിയാൽ പിന്നെ അവിടെ സോംബിയായി. അതായത് നമുക്ക് ആ സോംബി ഒന്നും ചെറുത്ത് നിർത്താനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് തൽക്കാലത്തേക്ക് സ്ട്രിപ്പ് മൈനിങ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. 2 ലാമ്പ് വെച്ചിട്ടാണ്. നമുക്ക് പ്രകാശമാണ് വേണ്ടത്. ഞാനിങ്ങനെ സ്റ്റെപ്പ് പോലെ ഒന്നും പണ്ടുണ്ടാക്കിയതുപോലെ ഉണ്ട്. ഗ്രാവല്ല, നമുക്ക് ഷോലുകൊണ്ട് അങ്ങ് പൊളിച്ചെടുക്കാം. ഇവിടെ ഇളക്കേണ്ട കറക്റ്റ് ഒന്നും ചെയ്യുന്ന
ഇവിടെ ഇളക്കാം. ഞങ്ങൾക്കിവിടെ ഷോവലുണ്ട്. ഇവിടെ ഒന്നും ഇല്ലല്ലോ. സ്റ്റോൺ അവിടെ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് പ്രകാശം. ഇവിടെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വരുമല്ലോ. ഏറ്റവും മുകളിൽ നിന്ന് വിളിച്ചെടുക്കാം. അപ്പം ഇത് കുറേ ഉണ്ടല്ലോ. എൻ്റെ പേടി മണ്ടവശം എത്തുമെന്നോ. മണ്ടവശം എത്തിയാൽ പിന്നെ അവിടെ അടയ്ക്കണം. ഇല്ല, മണ്ടവശം എത്തും. ഇവിടെ മണ്ടവശം എത്തുമില്ല. എത്താതിരുന്നാൽ മതി. നമുക്കിപ്പോൾ ഇറങ്ങാം. ഇറങ്ങാം. ഫ്ലിൻ്റൊക്കെ കിട്ടി നമുക്ക് കേട്ടോ. ഗ്രാവലിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീലും കൂടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അന്നല്ല എല്ലാത്തിനും ചുട്ടു വന്നില്ല. അതുപോലെ ചുട്ടു വന്നാൽ പിന്നെ ഫർണസിൻ്റെ ആവശ്യമില്ല. അല്ല, ഫർണസിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് അയൺ ഒരുക്കണ്ടേ. നമുക്ക് അയൺ കാണുമ്പോഴല്ലേ, ഈ റോയൺ കാണുമ്പോൾ അതിനകത്തോട്ട് തീ ഇട്ട് നോക്കണം. അയണോറിനകത്ത്. അപ്പോൾ അത് ഈ അയൺ ഇങ്ങോട്ടായി കിട്ടുമെന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് പൊളിക്കും. ഇനി നമുക്കിങ്ങനെ മൈൻ ചെയ്ത് പോവാം. ഗായ്സ്, ഞാൻ അത്യാവശ്യം കുഴിച്ചു പോയി. ഇനി ഞാൻ അങ്ങ് കുഴിച്ചു പോവാം. എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ഉയരമായിട്ടുണ്ട്. ഞാനപ്പോൾ ഇനി ഞാൻ കുഴിക്കാൻ പോവാം രാവിലെ ആവുന്നത് വരെ. പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.